രംഗത്തിൽ പറഞ്ഞിരിക്കുന്ന കൗതുകകരമായ ചില വിഷയങ്ങളുണ്ടല്ലോ. സർക്കാർ സ്പോൺസേഡ് ആയിരിക്കുന്ന കൊള്ളയായിരുന്നു ഈ സ്വർണ്ണക്കടത്തെന്നാണ് അമിത്ഷാ പറയുന്നത്. അപാരമായ തൊലിക്കെട്ട് വേണം ഇപ്പോഴും പറയാൻ. ആഭ്യന്തര വകുപ്പാണ് അമിത്ഷാ കൈകാര്യം ചെയ്തത്. ഈ കേസ് ആരുടെ പക്കലായിരിക്കുന്നത്? ദേശീയ അന്വേഷണ ഏജൻസിയുടെ കയ്യിലാണ്. എത്ര വർഷമായി സുജയ കേസ് തുടങ്ങിയിട്ട്? 5 വർഷമായി. അതിലെ പ്രതിയായിരുന്നയാളെ ഈ സംഘപരിവാറിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു സംഘടന സ്റ്റാഫായിട്ട് നിയമിച്ചു, സ്വപ്ന സുരേഷിനെ. ഇതൊക്കെ കേരളം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? ഇനി സ്വർണ്ണക്കടത്ത് എന്ന് പറഞ്ഞുകൊണ്ടോ ബിരിയാണി ചെമ്പെന്ന് പറഞ്ഞുകൊണ്ടോ ഏതെങ്കിലും തരത്തിൽ ഈ കേരളത്തിലെ വോട്ടർമാരുടെ അടുത്തേക്ക് ചെല്ലണമെങ്കിൽ അപാരമായ തൊലിക്കെട്ട് വേണം. ഇതൊന്നും അറിയാതെ അമിത്ഷായെ കൊണ്ട് ഈ സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തത് ആരാണ്? ആ നല്ല മനസ്സിന് നമസ്കാരം എന്ന് എനിക്ക് പറയേണ്ടു. അതാണ് ഒന്ന്. രണ്ടാമത്തത്, എക്സാലോജിക്ക്. ഇപ്പൊ CMRL പേര് പറയാൻ പറ്റൂല, അതുകൊണ്ടാണ് എക്സാലോജിക്ക് നിർത്തിയത്. കാരണം എന്താ? CMRL പേര് പറഞ്ഞാൽ സുജയ വീണ്ടും കോടതി പോയി കിടക്കേണ്ടി വരും, ജയിലിൽ പോയി കിടക്കേണ്ടി വരും. കാരണം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ഹൈക്കോടതി വിധി അനുസരിച്ച് CMRL അപകീർത്തിപ്പെടുത്തുന്ന ഒന്നും നിങ്ങൾക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ പോലും പങ്കുവയ്ക്കാൻ കഴിയുന്ന ഷോൺ ജോർജിന് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സാലോജിക്ക് മാത്രം പറഞ്ഞുപോയി. ആ കേസ് ഇപ്പൊ അന്വേഷിക്കുന്നത് ആരാ? അതും കേന്ദ്ര അന്വേഷണ ഏജൻസിയാ. എവിടം വരെ എത്തിയ അന്വേഷണം? എന്തെങ്കിലും തെളിവിന്റെ ഏതെങ്കിലും ഒരു തുമ്പ് കണ്ടെത്തിയോ? അതും കണ്ടെത്തിയില്ല. പിന്നെ വന്നത് കെ-ഫോണാ. പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ച വാലും ചുരുട്ടി ഓടി. കെ-ഫോണിന്റെ ഒരാരോപണവും നിലനിൽക്കുന്നതല്ല എന്ന് പറയുന്നത് മാത്രമല്ല, ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ അല്ല, പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണെന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുള്ള മുഖമടച്ചുള്ള പ്രതികരണം കൂടെ കിട്ടി. അപ്പൊ കെ-ഫോണും നിൽക്കില്ല. പിന്നെ ഏതാ കേസ് പറഞ്ഞിരിക്കുന്നത്? എക്സാലോജിക്ക്, കെ-ഫോണ്, പിന്നെ ഈ